നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശുവിൻ്റെ പാദം പതിഞ്ഞതായി പറയപ്പെടുന്ന വഴി കണ്ടെത്തി പുരാവസ്തു ഗവേഷകർ. ജെറുസലേമിലെ മൗണ്ട് ഹോട്ട്സിമിലെ 3500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശം ഖനനം ചെയ്താണ് ഇസ്രായേൽ പുരാവസ്തു ഗവേഷകർ ഇത് കണ്ടെത്തിയത്. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ നടപ്പാതയ്ക്ക് ഏകദേശം 8 അടി നീളവും 4 അടി വീതിയുമുണ്ട്. ഇവിടെ നിന്നും കൊത്തിയെടുത്ത ചില കല്ലുകൾ കൊണ്ട് അക്കാലത്ത് ജെറുസലേമിലെ തെരുവുകളിൽ നടപ്പാതയ്ക്കായുള്ള സ്ലാബുകൾ നിർമ്മിച്ചതെന്ന് അനുമാനിക്കാമെന്നായിരുന്നു ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റിയിലെ എക്സ്കവേഷൻ മാനേജർമാരായ മൈക്കിൾ ചെർണിനും ലാറ ഷിലോവും പറഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപ് ഈശോ നടന്ന വഴികളെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ കൂടുതൽ ആധികാരികമായി ആളുകൾ ചർച്ച ചെയ്യുന്നതിന് കാരണമാകുമെന്ന് ഇസ്രായേലിലെ മുൻ US അംബാസഡറായ ഡേവിഡ് ഫ്രീഡ്മാൻ പറഞ്ഞു. 2019 യേശു നടന്നതായി ബൈബിളിൽ പറയപ്പെടുന്ന ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നു. ഇസ്രായേൽ ഔദ്യോഗികമായി പിൽഗ്രീംസ് റോഡ് എന്നായിരുന്നു അതിന് പേര് നൽകിയത്. യാദൃശ്ചികമായി ഇവിടെ സംഭവിച്ച പലതും പിന്നീട് വലിയ കണ്ടെത്തലുകളിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. 15 വർഷം മുമ്പ് പൊട്ടിത്തെറിച്ച ഒരു മലിനജല പൈപ്പ് കാരണമായിരുന്നു സിലോഹ കുളം കണ്ടെത്തിയത്. നടപ്പാത കൂടാതെ 2000-ലേറെ വർഷം പഴക്കമുള്ള ഒരു കല്ലുപകരണവും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ കണ്ടെത്തലുകൾ പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു.